ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നക്ഷത്ര ചിഹ്നമിടേണ്ട 49 ചോദ്യങ്ങളിൽ നക്ഷത്രം ഒഴിവാക്കിയതിൽ വലിയ വാദങ്ങൾ ഉയരേണ്ട ദിവസമായിരുന്നു. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് സഭയിൽ മറുപടി പറയിക്കേണ്ട ദിവസമായിരുന്നു. ADGP RSS കൂടിക്കാഴ്ചയിലെ പൊതുപ്രാധാന്യം സഭയെ ബോധ്യപ്പെടുത്താവുന്ന അവസരമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. നിലവാരത്തിൽ കൊണ്ടും കൊടുത്തും പോയപ്പോൾ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. ഇതിനിടെ 2015 കയ്യാങ്കളിയുടെ ഓർമ്മയിലാകണം മന്ത്രി ശിവൻകുട്ടി പ്രതിപക്ഷത്തിന് നേരെ നീങ്ങി. അപകടം മണത്ത മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ചതുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു. സ്പീക്കർക്കെതിരായ ആരോപണങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കിയത് വിവേചനമാണെന്ന് പ്രതിപക്ഷം പറയുന്നു. സ്പീക്കർ പ്രതിപക്ഷ നേതാവിന്റെ അന്തസ്സ് കാത്തെന്ന് മന്ത്രി MP രാജേഷും പറയുന്നു. തകർന്നത് ആരുടെ നിലവാരം എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM MLA PP ചിത്തരഞ്ജൻ, മുസ്ലിം ലീഗ് MLA N ഷംസുദ്ദീൻ, BJP നേതാവ് PR ശിവശങ്കർ എന്നിവരാണ്. ആദ്യം ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്ന് സഭയിൽ ആരുടെ നിലവാരമാണ് നഷ്ടപ്പെട്ടത്? ഇന്ന് ആരുടെ നിലവാരമാണ് നിയമസഭയിൽ നഷ്ടപ്പെട്ടത് എന്ന ചോദ്യം അതിൻ്റെ ചില ക്ലിപ്പുകളിൽ മാത്രം നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും. കാരണം ഇന്നത്തെ സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിൽ കഴിഞ്ഞ സഭയ്ക്ക് ശേഷമുള്ള എല്ലാ സംഭവങ്ങളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ഒക്കെ കിട്ടുന്ന അവസരമാണ്. ആ അവസരം ഇവിടെ പ്രതിപക്ഷം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് സമതല തെറ്റിയതുപോലെയാണ് അവരിന്ന് സഭയിൽ കാട്ടിക്കൂട്ടിയ ഈ കോപ്രായങ്ങളാകെ. കാരണം ഈ ഏതെങ്കിലും നിലയിൽ പ്രക്ഷുബ്ധമാകുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. എന്തിനാണ് സ്പീക്കറുടെ ഡയസിലേക്ക് അടക്കം, പടിഞ്ഞാറ് സൈഡിൽ നിന്ന് ചില മെമ്പർമാർ ഡയസിലടക്കം വലിഞ്ഞു കയറി, അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ വലിഞ്ഞു കയറി അകത്തോട്ട് കയറി. അതെല്ലാം ആ കൃത്യമായി സഭാ നടപടികൾ പരിശോധിക്കുന്നവർക്ക് കാണാം. സ്പീക്കറെ കാണാതിരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വലിയ ബാനർ, ആ ബാനർ പൊക്കി മുഖം മറക്കുന്ന നിലയിൽ പിടിച്ചുകൊണ്ടാണ് അവർ മിനിറ്റുകളോളം, ഏതാണ്ട് 1.25 മണിക്കൂർ സമയം നിന്നത്. ഈ സമയത്തൊന്നും ഞങ്ങളാരും ഇപ്പുറത്ത് നിന്ന് അതിനെ ചോദ്യം ചെയ്തെന്നുള്ളതല്ലാതെ ഞങ്ങളാരും നടുത്തളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറായില്ല. നടുത്തളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ എന്താണ് അവർ ആഗ്രഹിച്ചതാണ്, ഇവിടെ നിയമസഭയുടെ അകത്ത് അനിഷ്ട സംഭവങ്ങളുണ്ടാകുക, നമ്മുടെ നിയമസഭയുടെ സൽപ്പേരും അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ കുഴപ്പമാണ് എന്ന് വരുത്തുവാനുമുള്ള കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇവിടെ ഇന്നത്തെ ദിവസം തന്നെ ഉള്ള ക്വസ്റ്റ്യൻ പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുള്ളതുണ്ട്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ പ്രതിപക്ഷത്തിൻ്റെതാണ്. ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ആ കാര്യമെന്ന് വെച്ചാൽ സ്റ്റാൻഡ് ക്വസ്റ്റ്യനും അൺസ്റ്റാൻഡ് ക്വസ്റ്റ്യനെ സംബന്ധിച്ചാണ് 7 എണ്ണമാണ് ഇന്നത്തെ ദിവസക്കാലം ഉള്ളത്. അതേ സംബന്ധിച്ച് ശക്തൻ ആൻഡ് കൗണ്ട്, അതാണ് പാർലമെൻ്ററി നടപടിക്രമങ്ങളിലെ ഇന്ന് നമ്മൾ ഉദ്ധരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമോത്സവം. അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ കാര്യത്തിലൊന്നും ഒരു വിവേചനവും കാണിയിട്ടില്ല എന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം ശ്രീ ചിത്തരഞ്ജൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, സ്റ്റാർ ക്വസ്റ്റ്യനിൽ വിവേചനം ഒന്നും ചെയ്തിട്ടില്ല, വിവേചനമൊന്നും കാണിച്ചിട്ടില്ല എന്ന് സ്പീക്കർ പറഞ്ഞുകൊണ്ടായില്ലല്ലോ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെ അൺസ്റ്റാർഡ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ് ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം എങ്ങനെയാണ് അപ്രധാനമാകുന്നത്? കാഫിർ വിവാദം എങ്ങനെയാണ് ഒരു പ്രാദേശിക വിഷയമാകുന്നത്? ഇവിടെ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം മോശമാണോ? അതല്ലല്ലോ. ഇവിടെ എടുത്തിട്ടുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡും അൺസ്റ്റാൻഡും എടുക്കുന്നത് ഓരോ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ആ പ്രശ്നങ്ങളുടെ ഗൗരവം അനുസരിച്ച് തന്നെയാണ്. ഗൗരവത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഗൗരവത്തിലുള്ളതല്ല എന്ന് തീരുമാനിച്ചത്. അതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്?
സ്വാഭാവികമായും സ്പീക്കറോട് അതിലൊരു അഭിപ്രായം തേടിയിരിക്കാം. സ്പീക്കർ അതിൽ വിവേചനം കാണിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ തോന്നൽ. അങ്ങനെ തോന്നലുണ്ടാക്കുന്ന കാര്യമാണ് ശ്രീ ചിത്തരഞ്ജൻ. അല്ലല്ല സ്മൃതി, ഞാൻ പറയാം, രാഷ്ട്രീയ ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളാണ് പ്രധാനപ്പെട്ട സ്റ്റാൻഡ് ക്വസ്റ്റ്യൻ എന്ന് പ്രതിപക്ഷത്തിന് വാദിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതല്ല. ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലാതെ ഒന്നും ഇതിനകത്ത് എടുത്തിട്ടില്ല. ഒരൊറ്റ വിഷയങ്ങൾ നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് ആദ്യം തന്നെ തുടങ്ങിയിട്ടുള്ളത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുമ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങളെ സംബന്ധിച്ച ഇളവ് അനുവദിച്ച് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ടോ എങ്കിൽ ഇളവ് എന്തൊക്കെയാണ്? കാരണം ഇത് 10,000-കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തെയാണ് ഒന്നാമത്തതായി, അത് പ്രതിപക്ഷത്തിന് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അവിടെ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നോക്കൂ. അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയുള്ള വേദി എന്നുള്ള നിലയിലേക്ക് ക്വസ്റ്റ്യനുകളെ കണ്ടുകൂടാ. ക്വസ്റ്റ്യനുകൾക്ക് ഗൗരവമുള്ള ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ, അതിനാണ് മുൻഗണന കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞാൽ, സ്പീക്കർ റൂൾ ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യോത്തര വേള പിന്നെ അലങ്കോലവാക്കിയല്ല. അല്ല ശ്രീ ചിത്തരഞ്ജൻ, അലങ്കോലവാക്കി എന്നുള്ളതല്ല. ആ അലങ്കോലവാക്കാൻ ശ്രമിച്ചു, അതിനുശേഷം പൊതു പ്രാധാന്യമില്ല. ഈ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾ ഇവേഡ് ചെയ്യുന്ന ഒരു ചോദ്യവുമാണ്. നിങ്ങൾ ഇതുവരെ രാഷ്ട്രീയ മറുപടി പറയാത്ത ചോദ്യമാണ്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ ചർച്ച എന്താ? നിങ്ങൾക്ക് വേണ്ടത് എന്നും വിവാദ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, എഴുതുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ വന്നിരിക്കുന്നത് അതിനകത്ത് തലവെച്ച് തരാൻ വേണ്ടിയല്ല. നിയമസഭയിൽ നടന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ പറയാനാ. ഇവിടെ പ്രതിപക്ഷത്തിന് സമനില തെറ്റിയതെന്താ? അല്ല സ്മൃതി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയത് എവിടെയാണ്? പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയത് അവർ കൊണ്ടുവന്ന റൂൾ 50. ആ അവസ്ഥ കാരണമായിരുന്നു. അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ വെട്ടിയിട്ട വാഴ പോലെ ആയിപ്പോയി പ്രതിപക്ഷം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം പുറത്തില്ലാത്ത ഷംസുദ്ദീൻ, മലപ്പുറമാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. മലപ്പുറത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ആ വിഷയം നിങ്ങൾക്ക് സഭയിൽ ഉന്നയിക്കാനുള്ള സുവർണ അവസരമായിരുന്നു. നിങ്ങൾ തിരിഞ്ഞോടുകയായിരുന്നു എന്നാണ് ഭരണപക്ഷം പറയുന്നത്. എന്താണ് മറുപടി? ഇന്ന് ശരിക്കും സഭയിൽ ആ കാര്യങ്ങളിൽ ഒരു മറുപടി പറയിക്കേണ്ട ദിവസമായിരുന്നില്ലേ? എന്തുപറ്റി? അല്ല, സഭയിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറുപടി പറയിക്കാനും തന്നെയാണ് അടിയന്തര പ്രമേയമായിട്ട് റൂൾ 50 ആയിട്ട് രാവിലെ 8 മണിക്ക് ഞങ്ങളത് നിയമസഭയിൽ ഫയൽ ചെയ്യുന്നത്. ഒരു അടിയന്തര പ്രമേയം 8 മണിയോടുകൂടി നിയമസഭയിൽ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ, അതിൻ്റെ നോട്ടീസ് കൊടുക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഇത് ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യണം എന്നതിന് വേണ്ടി തന്നെയാണ് കൊടുത്തത്. പക്ഷേ അതിനിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ ഞങ്ങൾ നിയമസഭയിലെ നിയമസഭാംഗങ്ങൾ, പ്രതിപക്ഷം എന്നൊക്കെയുള്ള എല്ലാ അവകാശങ്ങളും അടിയറവ് പറയണം. ഭരണകക്ഷിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്പീക്കറും എടുക്കുന്ന എല്ലാ നടപടികളെയും ചോദ്യം ചെയ്യാതെ ഈ ഒരു റൂൾ 50 വരുന്നത് വരെ കാത്തിരിക്കൽ മാത്രമാണ് പ്രതിപക്ഷ ധർമ്മം എന്ന് പറയാൻ പറ്റുമോ? എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ചോദ്യത്തിൽ ഇവിടെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ 49 ചോദ്യങ്ങൾ അത് പൊതു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആക്കുകയാണ്. ഏതൊക്കെയാണ് ചോദ്യം? DGP RSS നേതാക്കന്മാരെ കണ്ടത്, അത് ഇവിടെ ഇപ്പോൾ ചിത്തരഞ്ജനും പറഞ്ഞു, അത് ഈ നാടിനായിട്ടൊരു ബന്ധമില്ലാത്ത പ്രശ്നമാണെന്ന്. ബന്ധമില്ലേ? ഒരു പോലീസ് മേധാവി RSS നേതാക്കളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണുന്നത്, ചർച്ച നടത്തുന്നത്, അതൊക്കെ സർവ്വസാധാരണമാണോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി ഇവിടുത്തെ മറ്റ് വിഷയങ്ങളുമായി, കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനുള്ള വളരെ ക്രൂരമായ ഒളിയജണ്ടകളാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ആദ്യം തന്നെ മാറ്റിവെച്ചു എന്നുള്ളത്, അത് സർക്കാരിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ.
അത് മാറ്റിവെച്ചു. അപ്പോൾ അത് ചോദ്യം ചെയ്യണ്ടേ? അത് ചോദ്യം ചെയ്തു. 49 ചോദ്യങ്ങൾ. പിന്നെ ആദ്യം തന്നെ പ്രതിപക്ഷത്തിനാണല്ലോ ചോദ്യം കൊടുത്തതെന്നൊക്കെ ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞു. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ചോദ്യം നൽകുന്നത് എങ്ങനെയാണ്? അതിൽ നറുക്കെടുപ്പിൽ ആരൊക്കെയാണോ വരുന്നത് അവരുടെ ചോദ്യങ്ങളാണ് ആദ്യം വരിക. ആ നറുക്കെടുപ്പിൽ കിട്ടിയ ആളുകളുടെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാറ്റിവെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. ചോദ്യോത്തര വേള നടക്കുമ്പോൾ ഞങ്ങൾ വളരെ ശാന്തമായി ഇരുന്നിട്ട് ഈ ഒരു പ്രശ്നമേ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നടക്കുക? അതൊരു അംഗങ്ങളുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. ഈ ഭരണകക്ഷിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ മാറ്റുക എന്നുള്ളത് തെറ്റായ കീഴ്വഴക്കമാണ്. ചോദ്യം ചെയ്യണ്ടേ? അത് ഞങ്ങൾ ചോദ്യം ചെയ്തില്ല. ഇപ്പം നിങ്ങൾ ഇതേ അർത്ഥത്തിൽ അത് പറയല്ലോ, നിങ്ങൾ മിണ്ടാതെ കേട്ടിരുന്നു. ഞങ്ങളത് ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ എന്താ ഉണ്ടായത്? അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായും അത് നിഷേധിക്കപ്പെട്ട അംഗങ്ങളുടെ പ്രതിഷേധമുണ്ടാകും. ഞങ്ങൾ ന്യായമായി ഉള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി ആ പ്രതിഷേധിച്ച അംഗങ്ങളൊക്കെ തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോഴാണ് മാത്യു കുഴൽനാടൻ അവസാനമായിട്ടാണ് വരുന്നത്. ആ സമയത്ത് സ്പീക്കറുടെ ചോദ്യം, നിങ്ങൾക്ക് എത്ര പ്രതിപക്ഷ നേതാവാണ്? എത്ര അപഹാസ്യവും അപമാനകരവുമാണ് നേതാവ് ആരാണെന്നും ആ പ്രതിപക്ഷ നേതാവ് സ്പീക്കർ ഏത് ഘട്ടത്തിലാണത് പറഞ്ഞത്? ആരാണ് പ്രതിപക്ഷ നേതാവ്? സ്പീക്കർ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഈ പ്രതിപക്ഷം ബഹളം വെച്ച് തിരിച്ചു പോവാണ് അംഗങ്ങള്. സ്പീക്കർ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും തിരിച്ചു പോകും. മാത്യു അവസാനമായിട്ടാണ് വന്നത്. അപ്പോ മാത്യു കുഴൽനാടൻ അങ്ങോട്ട് കയറി വന്ന സമയത്തല്ലേ അങ്ങനെ പറഞ്ഞത്? മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ എല്ലാവരും ഡയസിനടുത്ത് പോയി മുദ്രാവാക്യം വിളിച്ച് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു പോരുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുക. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ബഹളം വെക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കില്ല. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാൻ ധാരണയാകുകയും ഞങ്ങൾ പ്രതിഷേധം നിർത്തി തിരിച്ചു പോരുമ്പോഴാണ് ഈ പ്രകോപനപരമായ ചോദ്യം. അപ്പോഴാണ് സ്വാഭാവികമായും അതിനുള്ള മറുപടിയും പറഞ്ഞ് ചോദ്യോത്തര വേള, ഇങ്ങനെയുള്ള ചോദ്യോത്തരം ഇന്നത്തെ ദിവസം ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തു പോന്നു. ഞങ്ങൾ പുറത്തു പോയ സമയത്ത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെക്കുറിച്ചും പ്രതിപക്ഷത്തെക്കുറിച്ചും നിയമസഭയിൽ സംസാരിക്കുകയാണ്. അതൊരു മാന്യമായ രീതി അല്ലല്ലോ. കാരണം ഞങ്ങളുള്ളപ്പോൾ പറയാം, അത് ഡിബേറ്റാണ്. ഞങ്ങളില്ലാത്ത സമയത്ത് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ ഏതായിരുന്നാലും ബഹിഷ്കരണം കഴിഞ്ഞ് ചോദ്യോത്തര വേള കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ അടിയന്തര പ്രമേയം വിളിച്ചു, ശരിയാണ്. പക്ഷേ ഞങ്ങളില്ലാത്ത സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? പ്രതിപക്ഷ നേതാവ് നിലവാരമില്ലാത്തയാളാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. അപ്പോൾ അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞപ്പോൾ വാഗ്വാദമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടായി. ആ സംസാരത്തിൽ സ്പീക്കർ എടുത്തൊരു സമീപനമുണ്ട്, പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശങ്ങൾ രേഖയിൽ കാണില്ല, എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് മാറ്റുമെന്ന് പറയുന്നില്ല. ഇതൊരു വലിയ വിവേചനമല്ലേ? ഇതൊരു വലിയ വിവേചനമാണ്. അതിനെ തുടർന്നാണ് വീണ്ടും മറുപടി പറഞ്ഞു പോവാം. അല്ല, ഒന്ന് ശ്രീ ഷംസുദ്ദീൻ വളരെ കൃത്യമായി വിഷയത്തെ മറ്റൊരു നിലയിലേക്ക് മാറ്റി. സ്മൃതി ചോദിച്ചു, അവിടെ എല്ലാ അംഗങ്ങളും ദയവ് ചെയ്ത് തിരിച്ച് സീറ്റിൽ പോയിരിക്കണം എന്ന് സ്പീക്കർ തുടർച്ചയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൈ കാണിച്ചു. ഇവർ നേരെ കുറേ പേര് വന്നിരുന്നു. പക്ഷേ ഇരുന്നിട്ടും അവിടെ നിന്ന് മാത്യു കുഴൽനാടൻ തിരിച്ചു പോരുന്നില്ല. അവസാനം സ്പീക്കർ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാത്യു കുഴൽനാടൻ അവിടെ പോയിരിക്കുന്നത്. അപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത്, ഈ ഇദ്ദേഹത്തിന് താമസിച്ചത് കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾക്ക് ആ ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായി സഭാ ടി വി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പ്രതിപക്ഷ നേതാവ് ഒരു വാക്ക് പറയാൻ എഴുന്നേറ്റാൽ സ്വാഭാവികമായും പ്രതിപക്ഷാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന് വിധേയമാകണമല്ലോ. അങ്ങനെ നിർദ്ദേശത്തിന് വിധേയമായാണോ ഇന്ന് പെരുമാറിയത് മുഴുവൻ? ഇന്ന് വളരെ ആസൂത്രണം ചെയ്ത് തയ്യാറാക്കി ബാനറും ബോർഡും എല്ലാമായിട്ട് വന്ന് രാവിലെ 9 മണിക്ക് തന്നെ കലാപരിപാടികൾ ആരംഭിക്കുകയല്ലേ ചെയ്തത്. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ചോദിച്ചല്ലോ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് സ്പീക്കറോടടക്കം എത്ര മോശമായിട്ടാണ് കൈ ചൂണ്ടിക്കൊണ്ട് എന്താണ് വിളിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, സഭാ മര്യാദ അനുസരിച്ച്, പാർലമെൻ്ററി കീഴ്വഴക്കം അനുസരിച്ച് എല്ലാവരും സ്പീക്കറെ അങ്ങെന്നാണ് സംബോധന ചെയ്യുന്നത്. ആ സീറ്റിലിരിക്കുന്ന ആരായാലും അങ്ങെന്നാണ് സംബോധന ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായാലും അങ്ങ് എന്ന് തന്നെയാണ് സംബോധന ചെയ്യാറുള്ളത്. അംഗങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്.
ഇവിടെ അതിനുശേഷം ഈ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് കൈ കൊണ്ടി നിന്നുകൊണ്ട് എന്തൊക്കെയാണ് വിളിച്ചു കൂടിയത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്ന നിലയിലുള്ള സംസാരം. അതുമാത്രമല്ല, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കാണിക്കേണ്ട ഒരു പക്വത അല്ലെങ്കിൽ ആ ഒരു സമീപനം ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ പുതുതായിട്ട് സഭയിൽ വന്നവരാണ്. പക്ഷേ അപ്പുറത്തിരിക്കുന്നവർ തന്നെ നോക്കൂ, ഈ ഒരു നിലപാടാണോ സ്വീകരിച്ചിരുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിലല്ലേ? അത് ശരിയായ രീതിയാണോ? അത് ഇന്നോ ഇന്നലെ അല്ലല്ലോ. പ്രതിപക്ഷ നേതാക്കന്മാരായാലും ഭരണകക്ഷിയായാലും വാക്കൗട്ട് നടത്തി കഴിയുമ്പോൾ ആ വാക്കൗട്ടിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണകക്ഷിയിലുള്ളവർ, അത് ഈ സഭയിലല്ല എല്ലാ സഭയിലും നടക്കുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലേക്ക് സ്പീക്കറോടടക്കം കയർത്ത് സംസാരിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിക്കുന്ന നിലയിൽ സംസാരിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പദവിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവ് വന്ന് അവിടെ നടത്തിയ പ്രസംഗം എന്താണ്? ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസി പ്രാർത്ഥിക്കുന്നത് പുറത്ത് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണവും തീരത്തില്ലേ? ഇനി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പിണറായി വിജയനെ പോലെ എനിക്കൊന്നും കേരള മുഖ്യമന്ത്രി ആകണമേ എന്ന പ്രാർത്ഥനയാണെങ്കിൽ നല്ലത്. പക്ഷെ അത് പുറത്ത് എന്ത് പറഞ്ഞു നിങ്ങൾ കേൾപ്പിക്കൂ. പല പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ രണ്ടും കേട്ടില്ലേ? മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് എന്താ കേട്ടു? ആരെങ്കിലും വ്യക്തിപരമായി നിക്ഷേപിച്ചോ? പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിന്റെ നിലവാരം കളയുന്നു എന്നുള്ള നിലയിലേക്ക് വർത്തമാനം പറയുന്നതും മുഖ്യമന്ത്രി വ്യക്തിപരമായി എന്താ അദ്ദേഹം പറഞ്ഞത്? അതാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് സതീശനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറയാൻ അറിയാം. ഞങ്ങൾ അവിടെയെല്ലാം പറയാം. സതീശന്റെ കുറെ ചരിത്രങ്ങളുണ്ടല്ലോ. വ്യക്തിപരമല്ലേ? കാപട്യത്തിന്റെ മൂർത്തിരൂപം എന്ന് വെച്ചാൽ അതല്ല എത്രയോ നല്ല ഭാഷകളാണ് കാപട്യത്തിന്റെ മൂർത്തിഭാവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ പ്രശ്നം? അതാണോ വേറെ മുഖ്യമന്ത്രിയെ സംബോധന ചെയ്ത വാക്ക്? മാർക്സിസ്റ്റ് വിരുദ്ധത ഉണ്ടായിക്കോ, ഇടതുപക്ഷ വിരുദ്ധത ഉണ്ടായിക്കോ, പിണറായി വിജയൻ വിരുദ്ധത ഉണ്ടായിക്കോ, പക്ഷെ പറയുമ്പോ സാമാന്യ നീതി മര്യാദയൊക്കെ പറയണം. ഇല്ല, പ്രതിപക്ഷം ഉന്നയിക്കാൻ ഉറച്ച ചോദ്യങ്ങളുടെ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കുന്നു. അവർക്ക് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ എവിടെയാണ് കാപട്യം എന്ന് പറയാമോ? അല്ല, അത് ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കാനുള്ള പ്രതിപക്ഷത്തോട് ചോദിച്ചോളാം. ശ്രീ ചിത്തരഞ്ജൻ, ഞാൻ താങ്കളോട് ചോദിക്കാനാണ് ചോദ്യമാണ് താങ്കളോട് ചോദിക്കുന്നത്. എന്താണ് അല്ലല്ല കാപട്യം എന്താണെന്ന് പറയണ്ടേ? ശ്രീ ചിത്തരഞ്ജൻ, ഞാനിപ്പോ ചോദിക്കുന്നത് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല. കാപട്യം എന്താണെന്ന് മനസ്സിലാക്കി തരൂ. പ്രതിപക്ഷ നേതാവിന്റെ കാപട്യം ഏത് കാര്യത്തിലാണ്? ഞാൻ ചോദിക്കട്ടെ, കാപട്യം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? എന്താണ് പറഞ്ഞോളൂ, താങ്കൾ പറയൂ. താങ്കൾ മനസ്സിലാക്കിയ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തോ വലിയ കുഴപ്പം പിടിച്ചൊരു ഭാഷയായിട്ട് അതിന്റെ അർത്ഥം എന്താ? ശ്രീ ചിത്തരഞ്ജൻ, കപടത കാണിക്കുന്നത് എന്താണ്? എന്ത് കാപട്യമാണ് പ്രതിപക്ഷ നേതാവ് കാണിച്ചെന്ന് പറയൂ. അതെ, പ്രതിപക്ഷ നേതാവ് കാണിച്ച കാപട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം, ഞാൻ ചോദിക്കട്ടെ, ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വിവാദങ്ങൾ അടക്കമുള്ളതെല്ലാം അവരുടെ കാപട്യത്തിന്റെ ലക്ഷ്യമല്ലേ? മലപ്പുറത്ത് ജനതയെ ആക്ഷേപിച്ചിരിക്കുന്നു, ജനസമൂഹത്തെ ആക്ഷേപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാപട്യമല്ലേ? നടക്കാത്ത കാര്യമല്ലേ? പറയാത്ത കാര്യമല്ലേ? ഒന്ന് വിശദീകരിക്കൂ. പറയാത്ത കാര്യമല്ലേ? അതെല്ലാം പറയാത്ത കാര്യങ്ങൾ പറയുന്നതിനെ കാപട്യമൊന്നല്ലാതെ. ഒരു മിനിറ്റ്, ഇനി എന്തിനാണ് അതിനെക്കുറിച്ച്? അത് രണ്ടാം ഘട്ടത്തിൽ ഞാൻ വിശദീകരിക്കാം. മലപ്പുറത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, വിശദീകരിക്കാം. നമ്മൾ പ്രാഥമികമായ കാര്യത്തിലാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു പത്രത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ വാചകങ്ങൾ എടുത്തു ചേർത്തതിൽ കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ല. പത്രത്തോട് നിങ്ങൾ ക്ഷമിച്ചു. പക്ഷെ അതാരാണ് എടുത്തു ചേർത്തത് എന്ന് ഇപ്പോഴും ഈ കേരളത്തിന് അറിയില്ലെന്നേ. അങ്ങനെ ഒരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് കാപട്യമാകുന്നത് എന്ന് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ മലപ്പുറം എന്ന് പറയുന്നത് കാപട്യമാണെന്ന് പറയുന്നത് വ്യക്തമാകത്തോണ്ടാണ് അതിലൊരു വ്യക്തത വരുത്തും എന്ന് പറയുന്നത്. എനിക്ക് പ്രതിപക്ഷത്തോട് ചോദ്യങ്ങളുണ്ട്, പ്രതിപക്ഷത്തോട് ചോദിക്കാൻ ഞാൻ ചോദിച്ചോളാം. നിങ്ങൾ വ്യക്തത വരുത്തേണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തത അല്ല, മുഖ്യമന്ത്രി പറയാത്ത കാര്യം
ഒരു പത്രം പ്രസിദ്ധീകരിച്ച പത്രം ഖേദവും പ്രകടിപ്പിച്ചു. ആ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ ആദ്യ വരി അതല്ലല്ലോ ശ്രീ ചിത്തരഞ്ജൻ. മുഖ്യമന്ത്രി പറയാത്ത ആദ്യ വരി എന്നുള്ളത് PR ഏജൻസി പറഞ്ഞതനുസരിച്ചാണ് ഇത് ചേർത്തത് എന്നുള്ളതാണ്. അപ്പോൾ PR ഏജൻസി ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ ആരാണ് അതിൽ ഇടപെട്ടത്? ആ ഇടപെട്ട ആൾക്കെതിരെ കേസ് എടുക്കേണ്ടതല്ലേ? അത് ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യമല്ലേ? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കില്ലാത്തത് എന്തുകൊണ്ടാണ് ശ്രീ ചിത്തരഞ്ജൻ? സ്മൃതി, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുഖ്യമന്ത്രിയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നത് അത് അദ്ദേഹം പറയാതിരുന്ന കാര്യമാണ്, ഞങ്ങൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ബന്ധപ്പെട്ട പത്രം പറഞ്ഞാൽ ആ ഖേദപ്രകടനം അതല്ലേ നിങ്ങൾ തന്നെ ഒരു ഖേദം പ്രകടിപ്പിച്ചാൽ നിങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട്? നിങ്ങൾ ഖേദം പറയുന്നത് പ്രകടിപ്പിക്കാത്തതുകൊണ്ടാണല്ലോ, അവിടെ നിൽക്കട്ടെ, അത് പോട്ടെ. പക്ഷേ ഖേദം പ്രകടിപ്പിച്ചാൽ പിന്നെ അതിൻ്റെ പുറത്തേക്ക് വേറൊരു കാര്യമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മുഖ്യമന്ത്രി മലപ്പുറത്തിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ അവിടുത്തെ ജനവിഭാഗവും അതൊന്നും മുസ്ലിം ലീഗും UDF മാത്രമല്ലേ. 43% വോട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യേക സാഹചര്യങ്ങളാണ്. ഞങ്ങൾക്ക് 43% വോട്ടുള്ള ജില്ലയാണ് മലപ്പുറം. പ്രഗത്ഭന്മാരെ തലകുത്തിച്ചിട്ടുണ്ട്, ആരെയൊക്കെ തോപ്പിച്ചിട്ടുണ്ടെന്നുള്ള ചരിത്രമൊന്നും പറയണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് നല്ല ജനസ്വാധീനമുള്ള മണ്ണാണ് മലപ്പുറം മണ്ണ്. ആ മലപ്പുറത്തെ ഞങ്ങളുടെ സ്വാധീനത്തെ മലപ്പുറം പരാമർശത്തിന് പിന്തുണയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമുണ്ടല്ലോ, ആ പ്രചരണം ആർക്കും അറിയാൻ വയ്യാത്തത്? ഈ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ UDFന്റെ ലക്ഷ്യം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ള സ്വാധീനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിന് ഇന്ന് കേരളത്തിൽ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ നേതാവിനെ തന്നെ വ്യക്തിപരമായി നിങ്ങൾ തകർക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റിനെ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കരുതലുകൾ വരുത്തണം. അതാണ് നടത്തുന്നതെന്നുള്ള കാര്യം ആർക്കറിയാൻ പറ്റത്? അതുകൊണ്ട് ഞങ്ങളങ്ങ് ചൂളിപ്പോകുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഞങ്ങളങ്ങനെ ചൂളത്തൊന്നുമില്ല. മലപ്പുറത്തെ പ്രസ്ഥാനവും കേരളത്തിലെ പ്രസ്ഥാനവും ഒത്തിരി വെല്ലുവിളി നേരിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെയും UDFന്റെ എല്ലാം ആ ഉമ്മാക്കിയുണ്ടല്ലോ, അതൊന്നും ഈ നാട്ടിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെല്ലുവിളി മനസ്സിലാക്കാം. ഉത്തരം പറഞ്ഞാൽ ഈ വെല്ലുവിളി മനസ്സിലാക്കാം. ശ്രീ ചിത്തരഞ്ജൻ, ഈ നിമിഷമായിട്ടും എന്തിനാണ് ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതെന്ന് ഇവിടെ ആർക്കും അറിയില്ല കേട്ടോ. ട്രാൻസ്ഫറാണ്, അതൊരു ട്രാൻസ്ഫറാണ്. തിരിച്ചെത്താം ശ്രീ ഭരണപരമായ കാര്യങ്ങളാണ്. അതെ അതെ, അതൊന്നും ചാനൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ല. ഭരണപരമായ കാര്യങ്ങൾ PR ശിവശങ്കർ, ഇന്ന് BJP സഭയിലുണ്ടായ സംഭവങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആരാണ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത്? ആരുടെ നിലവാരമാണ് തകർന്നത്? സ്മൃതി, ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഏത് സമ്മേളനങ്ങളായാലും, ഇത്തരം നിയമസഭാ സമ്മേളനങ്ങളായാലും പാർലമെൻറ്റ് സമ്മേളനങ്ങളായാലും, പലരും ഈ സമ്മേളനങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുവാൻ കിട്ടിയ ഒരു സാധ്യത അത് ഒഴിവാക്കി കളഞ്ഞത് അല്ലെങ്കിൽ അതിൽ നിന്നും ഒളിച്ചോടിയത് തീർച്ചയായും പ്രതിപക്ഷത്തിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഒരു കാരണവശാലും ജനങ്ങളോട് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അത് അവർക്കല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം. അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന് അവർ പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ തീരുമാനം വരുന്നു. രണ്ട്, ആ ചർച്ച നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പ്രതിപക്ഷം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വികൃതമായേനെ അവരുടെ മുഖം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദീർഘമായ പഴയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ MLA ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ ചർച്ച നടക്കുമ്പോൾ ജലീൽ എഴുന്നേറ്റിട്ട് അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം പറയുവാണെങ്കിൽ, ഒരു മതപുരോഹിതൻ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്ത് നടത്തി, അതില്ല എങ്കിൽ ഞാൻ തെളിവ് തരാം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളുടെ മുഖമൊടിഞ്ഞു പോയേനെ. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു പക്ഷേ ഒരേപോലെ രക്ഷപ്പെടുവാനായി ശ്രമിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് മേൽക്കൈ കിട്ടുമെന്നുള്ളത് കൊണ്ടാകാം ഈ ചർച്ചയിൽ നിന്ന് അവർ ഒളിച്ചോടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതുകൊണ്ട് CPM-ഓ കോൺഗ്രസ്സോ, നമുക്കറിയാം പാർലമെൻറ്റിലെല്ലാം PM പ്രസംഗിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ എങ്ങനെയാണ് പ്രസംഗം തീരുന്നതുവരെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എതിർത്തതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനും കൂടുതൽ ചിരി വന്നത് ചിത്തരഞ്ജൻ പറഞ്ഞ് കേട്ടിട്ടാണ്. കോപ്രായങ്ങൾ കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അവിടെ കോപ്രായം കാണിച്ചത് ശിവൻകുട്ടിയല്ലേ ചിത്തരഞ്ജൻ?
ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ ശിവൻകുട്ടി എങ്ങനെയാണ് കൈയൊക്കെ വിറച്ചുകൊണ്ട് വരുന്നത്? അദ്ദേഹത്തിൻ്റെ മുൻ നടപടികളൊക്കെ അറിയാം. മുഖ്യമന്ത്രി വളരെ സുഖമായി പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്ത് കോപ്രായം അദ്ദേഹം കാണിക്കാൻ പോണേ? ആ പ്രായം കൊണ്ട്, ആ ആരോഗ്യം കൊണ്ട് നമുക്കറിയാം അവിടെ എന്താ പിന്നെ സംഭവിക്കാമെന്ന്. പിന്നെ വീണ്ടും ആംബുലൻസ് വരും, സൈറനടിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടി വരും. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് ആരാണ് അതിന് സാധ്യത കൊടുക്കുന്നത്? ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ പ്രശ്നങ്ങളെ, ചോദ്യങ്ങളെ നേരിടുവാൻ കഴിയാത്ത പ്രതിപക്ഷവും, അല്ലെങ്കിൽ ഇത്തരം പ്രതിപക്ഷങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് വിശ്വസിക്കുന്ന, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം തട്ടിപ്പുകളാണ്, അല്ലെങ്കിൽ ഇത്തരം മൂവ്മെൻറ്റ്സ് ആണ് ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടവുമാണ്. അതല്ലാതെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന് ഉത്തരം നൽകുവാനും, അല്ലെങ്കിൽ അതിനെ ഭരണപക്ഷത്തെ കൗണ്ടർ ചെയ്യുവാനുമുള്ള ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് ഇന്ന് പ്രതിപക്ഷ നേതാവിന് ഇല്ലാതായി പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പീക്കറൊക്കെ പറഞ്ഞതുപോലെ അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ അംഗീകാരമില്ലാതെ മറ്റു പലർക്കും മറ്റു പല ആംഗ്യങ്ങളും പല രീതികളും കാണിക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു ഫ്ലോർ മാനേജ്മെൻ്റ് ഇല്ല, ഒരു എന്താ പറയുക, ഒരു പ്ലാനിങ് ഇല്ലാണ്ട്, ഒരു ഹോംവർക്ക് ഇല്ലാണ്ട് പ്രതിപക്ഷം വന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത്. അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? സ്പീക്കർ ആദ്യമായിട്ടല്ലല്ലോ ഇത്തരത്തിലുള്ള വിവേചനം കാണിക്കുന്നത്. ആദ്യമായിട്ടാണോ? ഇതിന് മുമ്പുള്ള സ്പീക്കറായാലും ഈ സ്പീക്കറായാലും CPMൻ്റെ പല കാലഘട്ടത്തിലുള്ള സ്പീക്കറായാലും ഇത്തരത്തിലുള്ള വിവേചനം കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ചപ്പോഴെല്ലാം കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും നേരിട്ടത് എങ്ങനെയാണെന്ന് സതീശനൊന്ന് പഠിക്കട്ടെ. അത് ഒരു വിവേചനം വരുമ്പോൾ ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബഹളമുണ്ടാക്കുകയോ ആണോ ഈ ആധുനിക കാലത്തിലെ ഒരു ഭരണകൂടത്തിനെതിരെ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത്? അതാണോ ഈ കേരളത്തിലെ ഒരു പുതിയ തലമുറ പ്രതീക്ഷിക്കുന്നത്? എത്ര മോശമായിട്ടാണ് എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഏത് വിഷയത്തിലായാലും, ഇന്ന് ഏത് വിഷയത്തിലാണ് ഈ CPMൻ്റെ ഈ ഭരണകൂടത്തെ, പിണറായി വിജയനെ തകർക്കുവാൻ പറ്റാത്ത, ചോദ്യങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു MLA ഉണ്ടോ? ഈ പ്രതിപക്ഷത്തിന് വേണ്ട കേരളത്തിലെ സാധാരണ പത്രം വായിക്കുന്ന, ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ഏതൊരു മനുഷ്യനും ഈ ഭരണകൂടത്തെ തകർക്കുവാൻ പറ്റുന്ന ചോദ്യശരങ്ങളുണ്ടല്ലോ. അതൊന്നും ചോദിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിനെ ഒന്നും മുന്നിൽ കാണാതെ ഏത് കാലഘട്ടത്തിലും CPMനെ അനുകൂലിക്കുകയാണ്. ഇവരൊക്കെ ചെങ്കന്മാരാണല്ലോ. ഈ കേരളം വിട്ടാൽ ഇവർ ഒറ്റ ചെങ്ങാതിമാരാണല്ലോ. അതുകൊണ്ട് സംസ്ഥാനത്ത് ലാവ്ലിൻ വിഷയം തൊട്ട് എങ്ങനെയാണ് ഇവർ ഇത്തരത്തിൽ കേസുകൾ നടത്തിയപ്പോഴും രക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് CPMനെ എപ്പോഴെങ്കിലും രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ നടപടിയല്ല. കോൺഗ്രസിനെ ബിജെപിയുമായുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നത്. അവിശുദ്ധ ബന്ധം നിങ്ങൾക്കിടയിലാണെന്നുള്ളതാണ് ആരോപണം. സ്മൃതി, ഇത് ഒരു സാമാന്യ ബുദ്ധിക്ക് സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ ഇവരെന്തിനാ ഈ നാഷണൽ ലെവലിൽ ഈ പിണറായി വിജയനെ ദ വോയിസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്ത് കാണിച്ച് വിളിച്ചു പറഞ്ഞാൽ പോരെ? ഇയാളെ പുറത്താക്കുക ഇന്ത്യ മുന്നണിയിൽ നിന്ന് അടുപ്പിക്കാണ്ടിരുന്നാൽ പോരെ? അവിടെ AICC ഓഫീസ് തുറന്നു കൊടുക്കുന്നത് ഇത്രയും നാൾ മുമ്പ് മരിച്ചുപോയ ബഹുമാനപ്പെട്ട യെച്ചൂരി ആയിരുന്നില്ലേ? പാർട്ടി സെക്രട്ടറി പണി തന്നെ AICC ഓഫീസിൽ ഇരുന്ന് അവിടെ തേപ്പും കുഴപ്പമായിരുന്നില്ലേ? ഇതൊന്നും പറയണ്ട. എന്നിട്ട് പറയുകയാണ് കാപട്യത്തിൻ്റെ മൂർത്തിരൂപം എന്ന് വിളിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി, ഞങ്ങൾക്ക് ഭയങ്കര ശക്തമായ എതിർപ്പുണ്ടെന്ന്. CMൻ്റെ ഭാഷയിൽ നിന്ന് ഏറ്റവും മാന്യമായ വാക്കാണ്. അദ്ദേഹത്തിൻ്റെ പല ഭാഷാ നിഘണ്ടുവൊക്കെ കണ്ടറിയാം. എന്നിട്ട് കാപട്യത്തിൻ്റെ മൂർത്തി രൂപം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷയോ അത്തരം പ്രയോഗങ്ങളോ ഒന്നുമല്ല ഇവരെ പേടിപ്പിക്കുന്നത്. CPMൻ്റെ കയ്യിൽ, പിണറായി വിജയൻ്റെ കയ്യിൽ, ഈ ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെ പറയാവുന്ന ധാരാളം തെളിവുകളുണ്ട്. ഈ ചർച്ച വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ ജലീലടക്കം പറഞ്ഞ പല കാര്യങ്ങളിലേക്ക് പോകും എന്ന് ഭയന്നത് കൊണ്ടാണ് ഓടിപ്പോയത്. ഒരു സംശയവുമില്ല, കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ അല്ല ഒരൊറ്റ കാര്യം കൂടി, ഞാൻ എനിക്ക് ആകെ 8 മിനിറ്റ്, ഒറ്റ കാര്യം കൂടി. നിങ്ങൾ നിരന്തരം പറയുന്നുണ്ടല്ലോ RSSുമായി ചർച്ച ചെയ്ത്, എന്തുകൊണ്ടാണ് സ്മൃതി ചോദിച്ചതെന്ന് മനസ്സിലായില്ല, വിട്ടുകളഞ്ഞതെന്ന് മനസ്സിലായില്ല. RSSുമായി സംസാരിച്ചത് കൊണ്ടാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇവിടുത്തെ DGPയെ മാറ്റിയതെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, RSSുമായി സംസാരിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിലുണ്ടോ? നിങ്ങൾ ഇറക്കിയ ഉത്തരവിലുണ്ടോ? DGPക്കെതിരെ ഇറക്കിയ ഉത്തരവില് RSS ഒരു മിനിറ്റ് അല്ല പറയട്ടെ, RSSുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിൽ DGP കാര്യങ്ങൾ മൊഴിയെടുത്തിരുന്നല്ലോ. ADGPയുടെ ആ മൊഴിയെടുക്കലിൽ അദ്ദേഹം വിശദീകരിച്ചു. ആ വിശദീകരണം തൃപ്തികരമല്ല, ആ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ആ ഉത്തരവിലില്ല. അത് ശരിയാണ്, താങ്കൾ പറയുന്നത് ആ ഉത്തരവിലില്ല.
ഒന്ന് ഉത്തരവിലുമില്ല, റിപ്പോർട്ടിലുമില്ല. ഒന്ന്. രണ്ട്, അത് വിടും, മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനമെടുത്തു. മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും നിശ്ചയിക്കുകയാണോ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന് താല്പര്യമില്ലാത്തവരോട് ആ ഭരണകൂടത്തിലെ ഏതെങ്കിലും IPS IAS ഉദ്യോഗസ്ഥന്മാരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തെറിപ്പിക്കും, അത് പാടില്ല എന്ന് ഞങ്ങൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ നിശ്ചയിച്ചാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? രാഷ്ട്രീയമായി തൊട്ടുകൂടായ്മയല്ലേ നിങ്ങൾ അതിനെ വളർത്തിക്കൊണ്ട് ഭരണപരമായ ചുമതലയില്ലാത്തവരെ പോയി കാണുന്നതിൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും ചിലപ്പോൾ. ഞാൻ നക്സൽ മാവോയിസ്റ്റുമായിട്ടൊക്കെ സംസാരിക്കാറില്ലേ? എത്ര തവണ സർക്കാർ സംസാരിച്ചിട്ടുണ്ട് മാവോയിസ്റ്റുകളുമായിട്ട് പോലും. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചാലും ചർച്ച നടത്തിയിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന്. ഇത് സംസാരിച്ചെന്ന് പറയണ്ടേ? ഞാൻ പറയുന്നത് അത് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അറിയാമോ? ADGP DGPയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയുന്നത് സംസാരിച്ചത് തെറ്റ് എന്നല്ലേ? അവിടെയാണ് തെറ്റ്. സംസാരിച്ചത് എന്തൊക്കെ തൃപ്തികരമല്ല എന്ന് നിങ്ങൾ കണ്ട റിപ്പോർട്ടിലുണ്ടോ? തൃപ്തികരമാണോ എന്നുള്ളത് DGP ആണ് നിശ്ചയിക്കേണ്ടത്. പക്ഷെ ചർച്ച പോകുന്നത് RSSുമായി ചർച്ച ചെയ്താൽ, സംസാരിച്ചാൽ അതെന്തോ വലിയ പാതകമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള മാധ്യമ ചർച്ചകളും രാഷ്ട്രീയ നേതാക്കളുടെ ഇത്തരം ഒരു പ്രയോഗങ്ങളും ഞങ്ങളും കൂടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ പല സംസ്ഥാനത്തും CPIയുടെയും മുസ്ലിങ്ങളുടെയും നേതാക്കൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല. മറ്റു പല സംസ്ഥാനത്തിലും RSS നിലപാടുമായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇടത് നിലപാടാണ്. താങ്കൾ ചോദിച്ചാൽ നിയമപരമായും സാങ്കേതികപരമായും തടസ്സമില്ല. അങ്ങനെ നിലപാട് വെച്ചാൽ സാങ്കേതികമായി തടസ്സമില്ല. താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ രാഷ്ട്രീയമായ തടസ്സങ്ങളുണ്ടല്ലോ. ചിത്രരഞ്ജന്റെ പാർട്ടിക്കാർക്കൊന്നും അല്ല, അങ്ങനെ ഞങ്ങളും കൂടെ വെച്ച ചിത്രരഞ്ജന്റെ പാർട്ടിക്കൊന്നും നിയമസഭയുടെ പരിധിവരത്ത് കൂടെ പോകാൻ പറ്റില്ല പല സംസ്ഥാനത്തും. എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് രാഷ്ട്രീയ അയിത്തമാണ്, അത് ശരിയല്ല. അതിന്റെ അർത്ഥം എന്താ മനസ്സിലായി? രാഷ്ട്രീയക്കാരെ കാണാൻ പാടില്ല. ഞങ്ങളുടെ വിശദീകരിച്ചിട്ട് പോകും. ഒരു കുഴിച്ചാൽ ഞാൻ വിശദീകരിക്കാൻ തന്നെ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെയും CPIയുടെയും നേതാക്കൾക്ക് ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി മറ്റു പല സംസ്ഥാനത്തും മിണ്ടാൻ പോലും പറ്റില്ല. ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിയമനം എടുത്താൽ അത് ശരിയല്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ 3 പ്രാവശ്യം കഴിഞ്ഞ 3 ദിവസമായിട്ട് എല്ലാ ചാനലിലും ഇത് തന്നെ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായമാണ്. നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ 3 ദിവസമായിട്ട് ഇത് തന്നെ പറയുന്നത്, 3 ചാനലിൽ ഇത് തന്നെ പറയുന്നത്. ഞങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുമായി ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് നിശ്ചയിച്ചാൽ ഈ ചിത്തരഞ്ജൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾക്ക് ഞങ്ങളുടെ നിയമസഭയുടെ അടുത്തു കൂടെ പോകാൻ പോലും പറ്റില്ല എന്ന് തന്നെ പറഞ്ഞത്. ഒരു സംശയവുമില്ല. അപ്പം രാഷ്ട്രീയമായ നിലപാട് ശരിയല്ല. രാഷ്ട്രീയമായി ഉദ്യോഗസ്ഥർക്ക് മറ്റു പല രീതിയിലും ചർച്ച ചെയ്യേണ്ടി വരും. അത് ഒരു സംസ്ഥാനത്തെ ഭരണകൂടത്തെ മറിച്ചിടാൻ മാത്രമാണെന്ന് ഭയക്കുന്നത് അതിനെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയമായി മാധ്യമങ്ങളുടെ ഭീരുത്വമാണ്. ഒരു മറുവാദവുമില്ല. നിങ്ങൾ രാഷ്ട്രീയ ബ്രാഹ്മണന്മാർ നിങ്ങൾ മാധ്യമങ്ങൾ നിശ്ചയിക്കുന്നവരോട് മാത്രം സംസാരിക്കുവാൻ വിധിക്കപ്പെട്ട ബലിയാടുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ജയകുമാർ തന്നെ പറയുന്നു IAS IPS ഉദ്യോഗസ്ഥരൊക്കെ RSSന്റെ പ്രമുഖ നേതാക്കളെ പോയി കാണാറുണ്ട്. എന്തിനാണ്? അവരുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക്. അപ്പോൾ അല്ലല്ല, സർക്കാരിൽ ഉദ്യോഗസ്ഥരെ സ്ഥാനക്കയറ്റം ഒക്കെ നിശ്ചയിക്കുന്ന RSS നേതാക്കളാണോ? അങ്ങനെയാണോ അതിന്റെ ഒരു രീതി? ഞാൻ ആൾക്കാരുടെ ലിസ്റ്റ് തരാം. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് UDF ഉണ്ടായിരുന്നപ്പോൾ വന്ന IASകാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെ അടക്കം അന്നെങ്ങനെ ഞങ്ങൾ സ്ഥാനക്കയറ്റം കൊടുക്കണേ? എത്ര വർഷങ്ങളായി, അവർക്കൊന്നും സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുമില്ലല്ലോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചരിത്രം KC ജോസഫ് അടക്കം ജയകുമാർ പറഞ്ഞത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ജയകുമാറിന്റെ ഫേസ്ബുക്ക് എടുത്ത് വായിച്ചു നോക്കൂ. സ്ഥാനക്കയറ്റം കിട്ടാനെന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ടോ ജയകുമാറിന്റെ? സ്മൃതി ഒന്ന് വായിച്ചു. ഇല്ല, ഒരു ബൈറ്റും ഇല്ല. ജയകുമാർ 2 ഫേസ്ബുക്കാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം വരുന്ന പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ഉദ്യോഗസ്ഥർ എന്തിനാണ് RSS നേതാക്കളെ കാണുന്നത്? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് തന്നെ പറയുന്നു. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? അല്ലല്ല, ജോലിയുമായി ബന്ധപ്പെട്ട RSS ആണ് തീരുമാനം എടുക്കുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം തന്നെയാണ്. ജോലിയുമായി ബന്ധപ്പെട്ട്
ആ വരികളിൽ ഗ്രേഡ് മനസ്സിലാകും. അതാ സ്മൃതിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സ്ഥാനക്കയറ്റവും ജോലിക്കയറ്റവും ഒന്നും RSSന്റെ ജോലിയല്ല. ജയകുമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉറപ്പാണ്. താങ്കൾ അത് കാണിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ തെറ്റ് തിരുത്തി. ശരി, ഞാനത് നോക്കട്ടെ, അത് കിട്ടുമെന്ന്. ശ്രീ എൻ ഷംസുദ്ദീൻ, രണ്ട് കാര്യങ്ങൾക്കാണ് താങ്കൾ മറുപടി പറയേണ്ടത്. ഇന്നലെ ലീഗിനെ പ്രതിരോധത്തിലാക്കി KT ജലീൽ പറഞ്ഞ കാര്യമുണ്ട്. അതിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രതികരണം നടത്താമായിരുന്നു. അത് നിങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ശിവശങ്കർ ആ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ. അതുകൂടാതെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ തിരിച്ച് ലീഗിനെ പ്രതിരോധത്തിലാക്കാനുള്ള ആയുധം സർക്കാർ പക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെ കയ്യിലും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ബഹളം വച്ചത് എന്ന ആരോപണത്തിന് മറുപടി. അല്ല, ഇത് ഇവിടെ പുകമറ സൃഷ്ടിക്കുകയാണ്. സ്മൃതി ഒരു കാര്യം, അവർക്കൊക്കെ കൊടുത്ത സമയം എനിക്കും തരണം. ഇവിടെ ഇതിൽ പറയാനുള്ളത്, ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാലോ ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നിയമസഭയിൽ വരും. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും പങ്കെടുത്തുള്ള ചർച്ചയാണ്. അങ്ങനെയാവുമ്പോഴും എല്ലാം ചർച്ച ചെയ്യപ്പെടും. ഇനി ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന് വെച്ചോ, അടിയന്തര പ്രമേയം ഞങ്ങൾ കൊണ്ടുവന്ന ആൾക്ക് അത് അവതരിപ്പിക്കാം, കുറച്ച് നേരം സംസാരിക്കാം. ഇത് അയാൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ നൽകാം. മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രി ആരാണോ അയാൾക്ക്. അത് കഴിഞ്ഞ് ദീർഘമായി മുഖ്യമന്ത്രിക്ക് ഈ പ്രമേയകർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാം. അപ്പോഴൊക്കെ ഈ പറയാനുള്ളത് അപ്പുറത്തുനിന്ന് വരുമല്ലോ, പറഞ്ഞൂടെ? ഇതിന് മാത്രം ചർച്ചയ്ക്ക് വെക്കുമ്പോൾ മാത്രം ഒരു പുതിയ പേടിയുടെ പ്രശ്നം അതിൽ വരുന്നില്ലല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങളുടെ എല്ലാ കക്ഷി നേതാക്കന്മാർക്കും വാക്കൗട്ട് പ്രസംഗം നടത്താം. അത് അടിയന്തര പ്രമേയത്തിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ അനുമതി നൽകാതിരിക്കുമ്പോഴുള്ള പൊസിഷനാണ്. അപ്പോഴും ഈ കാര്യങ്ങളൊക്കെ വരും. ഇനി ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങളങ്ങ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? 2 മണിക്കൂർ പാർട്ടികൾക്ക് സമയം ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾക്കും കിട്ടും, പ്രതിപക്ഷ അംഗങ്ങൾക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യണതിൽ എന്തോ പ്രശ്നം ഉണ്ടിച്ചിട്ട് പേടിച്ചോടി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവുക? കാരണം ഇതാ നോട്ടീസ് കൊടുത്തവർ ഞങ്ങളല്ലേ. നോട്ടീസ് ഏത് വിഷയം ഏത് ദിവസം കൊണ്ടുവരണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ ലീഗിനായിട്ട് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. ഇവിടെ എന്തോ ജലീൽ പറഞ്ഞതിനുള്ള മറുപടി ജലീൽ ആളെയൊന്നും പറഞ്ഞിട്ടില്ല. ജലീൽ എന്താ പറയേണ്ടത്? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലേ, ഞാൻ അത് പറയും. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആ മതപണ്ഡിതന്റെ വീഡിയോ അടക്കം കാണിച്ചു. അത് ലീഗ് പരിപാടിയിൽ തന്നെ പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം, ലീഗിന് ഇതുമായി എന്താണ് ബന്ധം എന്നുള്ള ചോദ്യം. അങ്ങനെ മതപണ്ഡിതനെ ലീഗ് പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആ മതപണ്ഡിതന്മാർ അവർ വിളിക്കുന്ന യോഗത്തിലൊക്കെ പോകുന്നുണ്ടാവും. ഇനി ഈ പറഞ്ഞ ജലീലിൻ്റെ അലിഗേഷൻ അത് വസ്തുതയാണോ, ജലീലിന് എവിടുന്നാണ് ഈ വീഡിയോ കിട്ടിയത്, ഇതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്, അതിലേക്കല്ല. അപ്പം ഞാൻ പറയണത്, ഇത് ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടായതുകൊണ്ടോ പേടിയുണ്ടായതുകൊണ്ടോ ആണ് എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. കാരണം ഞങ്ങൾ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുത്ത നോട്ടീസാണിത്. പിന്നെ ഇത് സംഭവിച്ചു പോയത് എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ ഇകഴ്ത്തുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും അതിനേക്കാൾ മോശമായ ഭാഷ അപ്പുറത്തുനിന്ന് പ്രയോഗിച്ചിട്ട് ആ മുഖ്യമന്ത്രിയുടേതായ അതെല്ലാം സഭാരേഖകളിലും വരുന്ന ഒരു വിവേചനമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം ഉടലെടുത്തത്. പിന്നെ ഇവിടെ ശിവശങ്കർ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് നിങ്ങളതിന് അവസരം കൊടുത്തു. അതായത് ലീഗിന് ഇത് പറയുമ്പോൾ എന്തോ പേടിക്കാനുണ്ട്. ലീഗിന് ഇതിൽ ഒരു പേടിയും ലീഗിനെ സംബന്ധിച്ചില്ല. ഞങ്ങളിത് ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇത് കൊടുത്തത്. പിന്നെ നിങ്ങൾ വിചാരിക്കും പോലെ ഈ ഒരു ദിവസം കൊണ്ട് നിയമസഭ അവസാനിക്കുന്നില്ല. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വിവിധ രൂപങ്ങളിൽ നിയമസഭ എന്ന് പറഞ്ഞ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. റൂൾ 50 ഉണ്ട്, കോളിംഗ് അറ്റൻഷൻ ഉണ്ട്, സബ്മിഷൻ ഉണ്ട്, ചോദ്യമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളും നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഗവൺമെൻറ്റും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവിടെ ശിവശങ്കർ പറഞ്ഞ് ഞങ്ങൾ തമ്മിലാണ് ബന്ധം എന്നാണ്. വളരെ കൃത്യമായിട്ട് ആര് തമ്മിലാണ് ബന്ധം എന്നുള്ളതൊക്കെ ഇപ്പം അറിയാം. സുരേന്ദ്രൻ്റെ അവസാനത്തെ ഇപ്പം നിലവിലുണ്ടായിരുന്ന മഞ്ചേശ്വരം കേസും നിങ്ങൾ തമ്മിൽ ബായി ആക്കി കൊടുത്തല്ലോ. എന്താ കോടതി പറഞ്ഞത്? പോലീസ് തെളിവുകൾ നിരത്തുന്നതിൽ പരാജയപ്പെട്ടു. ആരാ പോലീസിനെ നിയന്ത്രിക്കുന്നത്? പോലീസിനെ നിയന്ത്രിക്കുന്നത് പിണറായിയാണ്. പിണറായിൻ്റെ കേസ് നിങ്ങൾ കേന്ദ്രത്തിൽ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കേസ് ഇവിടെ പലതും ഇവിടെ നിങ്ങോട്ടും ശരിയാക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബായി ബന്ധം. പിന്നെ ശിവശങ്കറിൻ്റെ ചോദ്യം എന്താ വെച്ചാൽ RSSനെ കണ്ടൂടെ എന്നാണ്.
RSS അത്ര നിരുപദ്രവകരമായ ഒന്നല്ലല്ലോ ശിവശങ്കരൻ. RSS ഭീകര പ്രസ്ഥാനമായി നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ടല്ലോ. RSS നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ RSSുമായിട്ട് സംസ്ഥാനത്തെ പോലീസിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP പരസ്യമായിട്ട് പോയിട്ടല്ല സംസാരിക്കുന്നത്. പരസ്യമായിട്ട് സംസാരിക്കാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടും സംസാരിക്കാം. ഇത്രയും കാലം കഴിഞ്ഞിട്ട് അത് വെളിപ്പെടുത്തലുകളിലൂടെയാണ് പുറത്തു വരുന്നത്. രഹസ്യമായിട്ട് ഈ പറഞ്ഞ ദത്താത്രേയ ഹൊസബുളയുമായിട്ടും അതുപോലെ തന്നെ റാം മാധവുമായിട്ടും ഇവിടുത്തെ വത്സൻ തില്ലങ്കേരിയൊക്കെ ആയിട്ട് പോലീസിന് എന്താ പരിപാടി? CPI പറഞ്ഞല്ലോ പെറ്റോ അവസാനം ചില കാര്യങ്ങൾ. എന്തിനാ CPI ഇയാളെ മാറ്റണം നിർബന്ധം പിടിച്ച് കുട്ടികൾ വാശി പിടിക്കുമ്പോഴേ പോയി അവർ പറഞ്ഞതിന് 10 സീൽക്ക് മാറ്റിയെന്ന ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന വിമർശനം. അപ്പോൾ അത്ര നിരുപദ്രവകരമല്ല ഈ സംഗതി. ഒരു പോലീസ് മേധാവിക്ക് എന്താണ് കാര്യം RSS നേതാക്കളുമായി മണിക്കൂറുകളോളം രഹസ്യ ചർച്ച നടത്തേണ്ടത്? RSS ഈ രാജ്യത്ത് എന്താ നടപ്പാക്കുന്നത്? അപ്പം ഞങ്ങൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ADGPക്ക് എന്താണ് RSS രഹസ്യമായിട്ട് സംസാരിക്കാനുള്ളത്? അത് സമൂഹം അറിയണം. അത് അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് അറിഞ്ഞിട്ടാണോ, ഗവൺമെൻറ്റിന് വേണ്ടിയാണോ? ഇതൊക്കെ മറുപടി പറയണം. അതാണ് ഇവിടുത്തെ ചോദ്യം. ADGP അത്ര നിരുപദ്രവകരമല്ല. ഇത് ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് പങ്കെടുത്തതല്ല, ഏതെങ്കിലും വിവാഹത്തിന് ക്ഷണിച്ചിട്ട് പോയതോ ബർത്ത്ഡേക്ക് പോയതോ അല്ല. ഇത് വളരെ രഹസ്യമായിട്ട് ചർച്ച നടക്കുന്നു. അതിനനുബന്ധമായി സംസ്ഥാനത്ത് ചില കാര്യങ്ങൾ ഉണ്ടാവുന്നു. ഇത് ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത്? ഇത്രയും കാലം നിങ്ങളൊപ്പം നടന്ന് ഇതൊക്കെ പൂഴ്ത്തിവെച്ചിരുന്ന ഒരു ഭരണകക്ഷി MLA പുറത്തു വന്നിട്ട് പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണെന്ന്. ഞങ്ങൾ ആദ്യം സംശയം പ്രകടിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെക്കാൾ കൃത്യമായ തെളിവുകളുമായിട്ടാണ് വരുന്നത്. പൂരം കലക്കിയത് ADGP ആണ് എന്ന് അജിത് ആണ് എന്ന് പറഞ്ഞത് ഭരണകക്ഷിയിലുള്ള MLA ആണ്. അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടണം. ശിവശങ്കർ പറയുന്ന മാതിരി ഇത്ര നിരുപദ്രവകരമായ ഒരു സന്ദർശനമല്ല. ശരി, ശ്രീ ചിത്തരഞ്ജൻ മറുപടി പറയാം താങ്കൾക്ക്. ഒന്ന്, സഭാരേഖകളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതൊക്കെ നീക്കം ചെയ്യുകയും മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രി പറയുന്ന കാര്യം ചേർക്കുകയും ചെയ്യുന്നു. വരാം ശ്രീ ശിവശങ്കർ. അതുകൂടാതെ ഈ മഞ്ചേശ്വരം കോഴക്കേസ്, ഇതിൽ എങ്ങനെയാണ് ആ കേസ് ഇല്ലാതാകുന്നത്? അതിൽ കോടതി പരാമർശം തന്നെ പ്രോസിക്യൂഷനും പോലീസിനും പറ്റിയ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ശ്രീ ചിത്തരഞ്ജൻ. അല്ല, രണ്ട് കാര്യം എനിക്കതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, ഈ മുഖ്യമന്ത്രി അൺപാർലമെൻ്ററി പദങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ആ തെറ്റായ പദങ്ങൾ നീക്കം ചെയ്യൂ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് രണ്ടും ഒരുപോലെയാണ് എന്ന് സമർത്ഥിക്കാൻ ദയവ് ചെയ്ത് ശ്രമിച്ചുകൂടാ. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ശ്രീ ഷംസുദ്ദീൻ ഭയങ്കര BJP വിരുദ്ധതയും RSS വിരുദ്ധതയൊക്കെ പറഞ്ഞു. ഈ കേരളത്തിലെ ജനങ്ങൾ അത്ര മറവിയുള്ളവരൊന്നും അല്ല. പഴയ ബേപ്പൂർ മോഡൽ മറന്നുപോയോ? ബേപ്പൂരിലും വടകരയിലെയും സംയുക്ത സ്ഥാനാർത്ഥികളുടെ ചരിത്രം, ഡോക്ടർ മാധവൻകുട്ടി, അഡ്വക്കേറ്റ് A രക്തൻ സിംഗ്, രണ്ടുപേരും മത്സരിച്ചത് കോൽ-E-B ആണ്. പിന്നെ ഏറ്റവും അവസാനവും പാണക്കാട് വീട്ടിൽ BJPയുടെ നേതാക്കന്മാർ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ ക്ലിപ്പുകളെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഒത്തിരി പടങ്ങൾ വന്നല്ലോ, ഞാനും കണ്ടു. ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം അങ്ങനെയൊക്കെ വേണം. പക്ഷേ ഇത്ര വലിയ BJP വിരുദ്ധത പറയുന്ന നിങ്ങളുടെ വിരുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം കേരളീയ സമൂഹത്തിന് നന്നായി അറിയാൻ ഷംസുദ്ദീൻ. പിന്നെ ഞങ്ങൾക്ക് RSS ബന്ധമെന്ന് പറഞ്ഞാൽ ആ തൊപ്പി ഞങ്ങളുടെ തലക്ക് ഇണങ്ങത്തില്ല. അത് പിണറായി വിജയന്റെ തലക്കും ഇണങ്ങുന്നതല്ല. ആ തൊപ്പി കൃത്യമായിട്ട് ചെയ്തത് സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു വാദം കൂടിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ മഞ്ചേശ്വരം കോഴ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി പറഞ്ഞ പരാമർശത്തോട് എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ പറയട്ടെ, മഞ്ചേശ്വരം കോഴക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോടതിയുടെ വിധികൾ പലതും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലല്ലല്ലോ പലതും വരാറുള്ളത്. അനുകൂലവുമായി പ്രതികൂലവുമായി വരും. ഞങ്ങൾ അപ്പീൽ പ്രതികൂലമായി വന്ന വിധി എന്തുകൊണ്ട് പ്രതികൂലമായി എന്ന് കോടതി പറയുകയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി ആ വിധിക്കെതിരായി അപ്പീൽ കൊടുക്കുമെന്ന് അപ്പൊ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അത് പറയാൻ എളുപ്പമാണല്ലോ. പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചയെക്കുറിച്ചും പ്രോസിക്യൂഷനെ കുറിച്ചും മറുപടി കോടതി വിധികളെ പാർട്ടി തീരുമാനം എടുത്തു കൊടുത്തതാണോ കോടതി വിധി നടപ്പിലാക്കുന്നത്? ഗോപാലസ്വാമിയെ വരെ മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ
അല്ല എന്റെ ചോദ്യം മനസ്സിലാവാഞ്ഞിട്ടാണോ? ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അല്ല, ഞാൻ അങ്ങോട്ട് പറയുകയാണ്. താങ്കൾക്ക് എന്റെ ചോദ്യം മനസ്സിലായില്ലെന്നുണ്ടോ? വിധി കോടതി പറയുകയാണ് മഞ്ചേശ്വരം കോഴ കേസിൽ സുരേന്ദ്രൻ അടക്കം പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രഖ്യാപിക്കുന്നത് വേണ്ടത്ര തെളിവ് പോലീസ് കൊണ്ടുവരാത്തത് കൊണ്ടാണ്. ആ കോടതി വിധിക്കെതിരായി ഞാൻ അതല്ലേ പറഞ്ഞത്. ആ കോടതി വിധിക്കെതിരായി അല്ല, പോലീസിന് വീഴ്ച പറ്റിയതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രീ ചിത്തരഞ്ജൻ? പോലീസിന് വീഴ്ച പറ്റിയതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടില്ലത്. അത്തരം കാര്യങ്ങൾ പരിശോധിക്കാം. പക്ഷെ ഞങ്ങൾ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിന് എന്ത് വീഴ്ച പറ്റിയെന്ന് അത് വിധിയിലെ പരാമർശമാണ് ഞാൻ ചോദിച്ചത്. അതെ, അല്ല എല്ലാ കേസും അങ്ങനെ തന്നെയാണോ? അല്ലല്ല, എല്ലാ കേസും അങ്ങനെ തന്നെയാണോ? ചിത്തരഞ്ജൻ, എന്തുകൊണ്ടാണ് ഈ ചോദ്യം ശ്രീ ചിത്തരഞ്ജൻ? RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണം നിങ്ങളിൽ നിന്ന് വരുന്നില്ല. അതിനുശേഷം ഇതാ മഞ്ചേശ്വരം കോഴ കേസിൽ വിധി വരുന്നു. എല്ലാം ഇതിന് ബാക്ക് ടു ബാക്ക് ആണ് സംഭവിക്കുന്നത്. അല്ല, കോടതി വിധികളെല്ലാം ശരിയാണെന്നാണോ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കോടതി വിധികളെല്ലാം ശരിയാണോ? അങ്ങനെയാണോ ഷംസീർ പറയുന്നത്? ആ കോടതി വിധി ഞങ്ങൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഞങ്ങൾ അപ്പീൽ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, സഖാവ് പി ജയരാജനെ വെട്ടിച്ചുരുക്കിയ കേസ് ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ, അല്ലല്ല സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ, അല്ല സഖാവ് ഞാൻ പറയട്ടെ, സുഹൃത്തെ ഞാനൊന്ന് പറയട്ടെ. ഓണക്കാലത്ത് വീട്ടിൽ കയറി ഭാര്യയുടെ മുന്നിലിട്ട വെട്ടിച്ചുരുക്കി സഖാവ് പി ജയരാജനെ നിങ്ങൾ മറന്നുപോയോ? ആ പി ജയരാജനെ വെട്ടിച്ചുരുക്കിയ കേസ് ഈ മലയാളിക്ക് ആർക്കാണ് അറിയാൻ വയ്യാത്ത സംഭവം? ആ കേസ് വിട്ടില്ലേ? ആ പ്രതികൾ വിട്ടില്ലേ? എന്ത് സംഭവിച്ചു? ഞങ്ങൾ അപ്പോഴും അപ്പീൽ പോകുമെന്നാണ് പറയുന്നത്. നല്ല എന്തിയാർക്കും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി അംഗീകരിക്കാനല്ലാതെ വേറെ മാർഗമുണ്ടോ? ജയരാജനെ വെട്ടിയില്ലെന്ന് നിങ്ങളാരും പറയത്തില്ലല്ലോ. അദ്ദേഹം വെറുതെ നടക്കണമെന്ന് പറയത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ അംഗവൈകല്യത്തെ നടന്ന സംഭവമല്ലേ? പ്രതികളെ ശിക്ഷിച്ചോ? അല്ല, ഞാൻ പറയട്ടെ, കോടതി വിധികൾ പറയുമ്പോൾ ആ കോടതി വിധികളിൽ ഞങ്ങൾ നിയമപരമായി കലകണ്ട BJP-യുമായി എല്ലാം ബന്ധമുണ്ടാക്കുന്നത് UDF ആണെന്നുള്ളതും ഈ കണക്കുള്ളവർക്കുള്ള പങ്കിനെ കുറിച്ച് ഈ കേരളീയ സമൂഹത്തിന് നന്നായി അറിയാം. ഞങ്ങളോട് ഇതൊന്നും പറയേണ്ട. മഞ്ചേശ്വരം വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ആളാണല്ലോ അവിടെ ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് ആ സമയത്ത് അവിടെ സംസ്ഥാനത്തെ പോലീസ് ഇതാ വൈകിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തിയില്ല? നിങ്ങളും അവിടെ ആക്ഷേപം ചെയ്ത് കണ്ടുകൊണ്ടിരുന്നല്ലേ? നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രകടനം നടത്തിയോ? എന്തെങ്കിലും ശക്തമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയോ? നിങ്ങൾ അതിൽ പോലീസിനെ എതിരുകൊണ്ട് നിങ്ങൾ അവിടെ പ്രകാരം നിങ്ങൾ കോടതിയിൽ പോയിട്ടില്ല. ഒരു കാര്യവും നിങ്ങൾ ചെയ്തില്ല. എന്നിട്ട് അടുത്ത കാര്യം, ഈ പറയുന്ന മുനീറിനെതിരെ ആരോപണം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മറക്കാനുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെതിരെ ഭയമുണ്ട്. അതുകൊണ്ട് മുനീറിനെയും പല നേതാക്കളെയും രക്ഷിക്കുവാനായിട്ടാണ് നിങ്ങൾ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ പിന്നെ ഒരു കാര്യം ഈ കേരളത്തിൽ ആരും RSS നേതാക്കളെ കാണാൻ തലയിൽ മുണ്ടിട്ടിട്ടൊന്നുമല്ലല്ലോ പോയേക്കണേ. തലയിൽ രഹസ്യമായിട്ടൊന്നും എന്ത് രഹസ്യമായിട്ട് പോയേക്കണത്? റാം മാധവനെ കാണാൻ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിലാണ് പോയേക്കണത്. ക്യാമറയുടെ മുന്നിലുണ്ട് ആ സാധനങ്ങൾ. എന്നിട്ട് രഹസ്യമായി കണ്ടു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സംഘടനയെ തെറ്റായി പറയുവാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? അടുത്ത പറയുന്നത് അങ്ങനെ അവിടെ ഇന്റലിജൻസ് മേധാവി തലമുണ്ടിട്ടാണോ? ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്റലിജൻസ് ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇന്റലിജൻസ് ADGP എന്തിനാ ഈ അന്വേഷിപ്പിച്ചേ? ഇതൊന്നും ഇന്റലിജൻസ് അറിയുന്നില്ലേ? അങ്ങനെ അയാൾ എന്തിനാ അവിടെ വെച്ചേക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇന്റലിജൻസിനെ വിശ്വാസമില്ലേ? ഇത് അങ്ങനെ ഇന്റലിജൻസ് ADGP എന്തിനാ ഇത് അന്വേഷിക്കാൻ വരുന്നേ? എന്ത് ADGP പോയെന്നുള്ള വിവരവും തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള വിവരവും CPയുടെ നേതാവിനെ പറഞ്ഞല്ലോ. 10 മണിക്ക് അവിടെ കലങ്ങിയെന്ന് CPയുടെ നേതാവ് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഇന്റലിജൻസ് എന്താ ചെയ്തിരുന്നേ? ഇന്റലിജൻസ് ഓഫീസറും DGP അവിടെ ഉണ്ടായിരുന്നില്ലേ?
അപ്പം നിങ്ങൾക്ക് അതെല്ലാം കലങ്ങിയതിന് ശേഷം അത് അന്വേഷിക്കാൻ ഇന്റലിജൻസ് ADGP അന്വേഷിക്കാൻ വെക്കുന്നതിലും സ്മൃതിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഷംസുദ്ദീനോ ഒരു പ്രശ്നവുമില്ല. ചിത്തരഞ്ജൻ അത് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ പൂരം കലങ്ങാൻ പോകുന്നത് നേരത്തെ അറിഞ്ഞത് നിങ്ങളല്ലേ? പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലങ്ങുന്നത് നേരത്തെ അറിഞ്ഞത് നിങ്ങളല്ലേ? ശിവശങ്കർ സാർ, അതുകൊണ്ട് തന്നെയാണ് എന്താ നടന്നത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ BJP വിരുദ്ധത കാണുമ്പോഴാണ് രാവിലെ 10 മണിക്ക് കണിമംഗലം അയ്യപ്പൻ വന്നപ്പോ അദ്ദേഹത്തെ നിങ്ങളെ തൃശ്ശൂർ എടുത്തു നോക്ക്. അത് ഇന്നും ഇന്നലെയൊന്നുമല്ല, അത് കഴിഞ്ഞ 4 വർഷങ്ങളായി ഇത് നടക്കുന്നു. സവർക്കറുടെ ഫോട്ടോ വെച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ പറഞ്ഞില്ലേ? നടത്തിയില്ലേ? അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അതെന്തിനാ അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ഞാൻ നോക്കട്ടെ, അമ്പലത്തിലും പള്ളിയിലും ഏത് ഫോട്ടോ വെക്കണം എന്നുള്ള സ്മൃതിയാണോ നിശ്ചയിക്കണേ, അല്ലെങ്കിൽ ചിത്തരഞ്ജനും ഷംസുദ്ദീനാണോ നിശ്ചയിക്കണേ? ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങൾ പലതും ഫോട്ടോ വെക്കും, ഫോട്ടോ വെക്കും. റിപ്പോർട്ടർ ചാനലിൽ വെക്കേ. പിന്നെ കേരളത്തിന്റേതാണ് ഞങ്ങൾ ഇവിടുത്തെ ഈ കേരളത്തിലെ മുഴുവൻ ഹിന്ദു കേരളത്തിന്റേതാണ്. ഞാൻ മലയാളിയല്ലേ? ഞാൻ വന്നോളൂ. അത് വേറെ കാര്യം. അത് അടുത്ത കാര്യം. നാളെ നിലവാരം ഉയർത്താൻ രണ്ടു കൂട്ടരും ശ്രമിച്ചാൽ നന്ന്. വളരെ നന്ദി ശ്രീ N. ഷംസുദ്ദീൻ, ശ്രീ PP ചിത്തരഞ്ജൻ, ശ്രീ PR ശിവശങ്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ മീറ്റ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.